പ്ലസ് ടു ഫിസിക്സ് ആറാമത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ചാപ്റ്ററിൻ്റെ 4ാം ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം ഇൻഡക്റ്റൻസ് എന്താണ് എന്ന് പഠിക്കാം. കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിലിൽ അനുഭവപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒരു കോയിലിലൂടെ കറണ്ട് ക്യാരി ചെയ്യുന്നു. ആ സമയത്ത് ആ കോയിലിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അതിനടുത്ത് മറ്റൊരു കോയിലുണ്ടെങ്കിൽ ആ കോയിലിലേക്കും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു കോയിലിൻ്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റൻസ്. ഒരു കോയിലിലൂടെ ഉള്ള കറണ്ട് അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ കോയിലിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. തൊട്ടടുത്ത് ഒരു കോയിലുണ്ടെങ്കിൽ ആ കോയിലിലേക്കും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റൻസ്. Inductance is the property of a coil by which a change in current through it induces an EMF in both the conductor itself and in any nearby coil by mutual inductance. ഒരു കോയിലിലൂടെ ഉള്ള കറണ്ടിൻ്റെ ചേഞ്ചിനനുസരിച്ച് ആ കോയിലിൽ തന്നെ ഒരു EMF ഡെവലപ്പ് ചെയ്യുന്നതിനെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്നും, തൊട്ടടുത്ത് ഉള്ള ഒരു കോയിലിലേക്ക് ആദ്യത്തെ കോയിലിലൂടെ ഒഴുകുന്ന കറണ്ട് കാരണം അല്ലെങ്കിൽ അതിൻ്റെ ചേഞ്ച് കാരണം ഒരു EMF ഉണ്ടായി വരുന്നതിനെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നും വിളിക്കുന്നു. ഇൻഡക്റ്റൻസ് എന്നത് ഒരു കോയിലിലൂടെ ക്യാരി ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ടിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. എത്ര കറണ്ടാണ് ഒരു കോയിലിലൂടെ ഒഴുകുന്നത്, അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻഡക്റ്റൻസ് നിൽക്കുന്നത്. ദ ഫ്ലക്സ് ത്രൂ ദ കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട്, ദാറ്റ് ഈസ് 5B ഈസ് പ്രൊപ്പോർഷണൽ ടു I. ഫോർ എ ക്ലോസ്ലി wound coil of N turns, the same magnetic flux is linked with all the turns. The product of magnetic flux and the number of turns of a coil is called flux linkage. Therefore, flux linkage is equal to N into 5B, or N 5B is proportional to I. The constant of proportionality in this relation is called inductance. Inductance depends only on the geometry of the coil and intrinsic material properties. Inductance is a scalar quantity. The dimension of inductance are m, l raised to 2, t raised to minus 2, a raised to minus 2. SI unit of inductance is Henry and it is denoted by capital letter H. There are two types of inductance, that is mutual inductance and സെൽഫ് ഇൻഡക്റ്റൻസ്. നമുക്ക് ആദ്യം സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ് എന്ന് പഠിക്കാം. വെൻ ദ കറണ്ട് ത്രൂ എ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെയിം കോയിൽ, ദിസ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കോയിലിലൂടെ ഒഴുകുന്ന കറണ്ട്, അതിന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. ആ സമയത്ത് ആ കോയിലിൽ തന്നെ ഒരു EMF ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനെയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ദ ഫ്ലക്സ് ലിങ്കേജ് ത്രൂ എ കോയിൽ ഓഫ് N ടേൺസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ത്രൂ ദ കോയിൽ, ദാറ്റ് ഈസ് N 5B ഈസ് പ്രൊപ്പോർഷണൽ ടു I or N 5B ഈസ് ഈക്വൽ ടു L ഇൻറ്റു I. ഈ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയാണ് നാം സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. L കൊണ്ടാണത് ഡിനോട്ട് ചെയ്യുന്നത്. where the constant of proportionality L is called self inductance
of the coil. It is also called the coefficient of self-induction of the coil. Self-inductanceൻ്റെ equation നമുക്കൊന്ന് പഠിക്കാം. Equation of self-inductance. The magnetic field due to a current flowing in the solenoid is B is equal to mu 0 Ni. The total flux linked with the solenoid is N5B is equal to NL mu 0 Ni into A. That is equal to mu 0 N square A L I. We have the equation N5B is equal to L into I. Therefore, L is equal to N5B divided by I. That is equal to mu 0 N square A L. In general, L is equal to mu R mu 0 N square A L. The self-inductance of the coil depends on its geometry and on the permeability of the medium. The self-induced EMF is also called the back EMF, as it opposes any change in the current in a circuit. The self-inductance plays the role of inertia. It is the electromagnetic analog of mass in mechanics. Mutual induction. രണ്ട് കോയിലുകൾ ഒരു കോയിലിൻ്റെ ആക്സിയൽ ഭാഗത്ത് മറ്റൊരു കോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കോയിലിലൂടെ കറണ്ട് പ്രവഹിക്കുകയും അതിൻ്റെ ഏരിയയിൽ തന്നെയുള്ള അടുത്ത കോയിലിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആദ്യത്തെ കോയിലിലെ കറണ്ടിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് രണ്ടാമത്തെ കോയിലിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ആദ്യത്തെ കോയിലിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ചേഞ്ച് ആ കോയിലിൽ തന്നെ ഒരു EMF ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഇൻഡക്ഷനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. വെൻ current through a coil changes, an EMF is induced in the neighboring coil. This is called mutual induction. For the inner solenoid S1, the radius is R1, the number of turns per unit length is N1, the total number of turns capital N1. For the outer solenoid S2, radius is R2, number of turns per unit length is N2, total number of turns is capital N2. The flux linkage with the solenoid S1 is N1 Φ1, that is equal to M12 I2, where Φ1 is the magnetic flux through S1 due to the current I2 through S2, and M12 is the mutual inductance or coefficient of mutual induction of solenoid S1 with respect to the solenoid S2. Also, flux linkage with the solenoid S2, when a current I1 is passed through the solenoid S1, is N2 Φ2 is equal to M21 I1, where Φ2 is the magnetic flux through S2 due to the current I1 through S1, and M21 is called mutual inductance of solenoid S2 with respect to the solenoid S1. Equation of M12. The magnetic field due to the current I2 in S2 is B2 is equal to mu 0 N2 I2. The resulting flux linkage with the coil S1 is N1 Φ1 is equal to N1L pi R1 square mu 0 N2 I2. Again N1 Φ1 is equal to mu 0 N1 N2
pi R1 square L I2. We have the equation for mutual induction N1 is equal to M12 I2. Comparing the two equations, we get M12 is equal to mu 0 N1 into pi R1 square L. Equation of M21. The magnetic field due to the current I1 in S1 is B1 is equal to mu 0 N1 I1. The resulting flux linkage with the coil S2 is N2 Φ2 is equal to N2L pi R1 square mu 0 N1 I1. We have the equation for mutual inductance N2 Φ2 is equal to M21 I1. Comparing these two equations, we get M21 is equal to mu 0 N1 into pi R1 square L. നമുക്ക് M12 M21 എന്ന രീതിയിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജനറൽ ഇക്വേഷനായിട്ട് ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ജനറൽ ഇക്വേഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. We have M12 is equal to mu 0 N1 into pi R1 square L and M21 is equal to mu 0 N1 into pi R1 square L. Thus M12 is equal to M21 is equal to M. Therefore, the general equation for mutual inductance is M is equal to mu R mu 0 N1 into pi R1 square L. The mutual inductance of a pair of coils, solenoids, etc. depends on their separation as well as their relative orientation. Relation connecting induced EMF and mutual inductance. From Faraday's law, E1 is equal to minus M dI2 divided by dt. The magnitude of the induced EMF depends upon the rate of change of current and mutual inductance of the two coils. Relation connecting self-inductance and induced EMF. E is equal to minus L di divided by dt. The self-induced EMF always opposes any change of current of the coil. When the current is varied, the flux linked with the coil also changes and an EMF is induced in the coil. +2 ഫിസിക്സ് ആറാമത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ചാപ്റ്ററിൻ്റെ 4ാം ഭാഗമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുന്നതിന് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. പുതിയ ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.